Good morning, students. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 - 7s by s - 3 s - 1 s plus 2 log s - a by s - b e raised to -3s by s - 1 whole cube. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്തു. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലം എന്താണ്? L inverse രണ്ടാമത്തെ ക്വസ്റ്റ്യൻ L inverse s minus a by log s minus a by s minus. അപ്പോ ഇത് log s minus a by s minus b യുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് let L inverse ln s minus a by s minus b is equal to t. f of t. Take f of t. അപ്പോ അങ്ങനെയാണെങ്കിൽ ln s minus a by s minus b സമം എന്തായിരിക്കും? L of f of t. ഇൻവേഴ്സ് റിസൾട്ട് അനുസരിച്ച് ln s minus a by s minus b is equal to f of t. ഇനി if L of f of t equal to f bar s ആണെങ്കിൽ ഇതിനെ നമുക്ക് f bar s എന്ന് വിളിക്കാം. f bar s ln s minus a by s minus b is equal to f bar s ആണ്. അപ്പൊ L f of t is equal to f bar s ആണെങ്കിൽ L of t f t എന്ന് പറഞ്ഞാൽ എന്താണ്? -1 into d by ds of bar s. L of t നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ L of t f t കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ f bar s ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. f bar s ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? L of t f t. ഓക്കെ, ഇവിടെ നമ്മൾ L of t f t is equal to -1 into d by ds of f bar s എന്താണ്? ln s minus a by s minus b. അപ്പോ ln s minus a by s minus b that is equal to -1 into d by ds of ഇവിടെ log a by b. log a by b എന്ന് പറഞ്ഞാൽ എന്താണ്? log a minus log b. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? log s minus a minus log s minus b. That is -1 into ഇവിടെ ഡെറിവേറ്റീവ് എടുക്കാം. d by ds of log s minus a എന്താണ്? log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. 1 by s minus. ഇവിടെ എന്താണ്? 1 by s minus. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1 by s minus b minus 1 by s minus. അപ്പൊ L of t f t യുടെ ആൻസർ എന്താ കിട്ടിയത്? 1 by s minus b into minus 1 by s minus a. Therefore ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. That is L of t f t is equal to 1 by s minus b minus 1 by s minus. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. L of t f t is equal to ഈ 1 by s minus b എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to plus bt ആണ്. e raised to plus bt അല്ലേ? L of e raised to bt ആണ്. L of e raised to bt യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്താണ്? അതാണ് 1 by s minus b. ഇവിടെയാണെങ്കിലോ 1 by s minus a എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to. അപ്പൊ നമ്മള് ഇവിടെ L of t f t എന്നുള്ളത് 1 by s minus b minus 1 by s minus എന്ന് എഴുതി. ഈ 1 by s minus b എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം e raised to bt യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അതുപോലെ 1 by s minus a എന്ന് പറയുന്നത് എന്താണ്? e raised to a t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോ t f t സമം എന്തായിരിക്കും? t f t എന്ന് പറഞ്ഞാൽ e raised to bt minus e raised to a t. Therefore f of t സമം എന്തായിരിക്കും? e raised to bt minus e raised to a t by t. f of t എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് f of t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതായിരുന്നു. അതായത് L inverse ln s minus a by s minus b. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? e raised to bt e raised to a t by t. അപ്പൊ ഇതിന്റെ ആൻസർ e raised to bt minus e raised to a t by t ആണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടുക. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? Let L inverse Sn L inverse ln s minus a by s minus b is equal to f of t എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
ആ എഫ് ഓഫ് ടി എന്ന് പറയുന്നതാണ് ഞാൻ എഴുതിയത്. കണ്ടോ, എൽ ഇൻവേഴ്സ് എൽ എൻ എസ് മൈനസ് എ ബൈ എസ് മൈനസ് ബി എന്നുള്ളത് ഞാൻ ആദ്യം എടുത്തു, എഫ് ഓഫ് ടി എടുത്തു. അങ്ങനെ എടുത്ത സാധനം എഫ് ഓഫ് ടിയുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി. Therefore, L inverse L n S minus A B S minus B is equal to എന്താണ്? E raised to BT minus E raised to AT by T. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക? അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി if L of f of t is equal to f r s ആണെങ്കിൽ L of t f t is equal to minus 1 into d by ds of f r s. L of t f t is equal to minus 1 into d by ds of f r s എന്നാണ് നമ്മുടെ റിസൾട്ട്. ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ. അപ്പൊ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ L of t f t is equal to minus 1 into d by ds of f r s. f r s എന്നുള്ള നമുക്ക് എന്ത് കിട്ടി? L n s minus a by s minus b എന്ന് കിട്ടി. അത് എങ്ങനെ കിട്ടി? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ L inverse L n s minus s minus b f of t എടുത്തപ്പോ L n s minus a by s minus b എന്ന് കിട്ടി, L of t കിട്ടി. അതാണ് f r s. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്നിട്ട് ലോഗരിതം നിയമം ഉപയോഗിച്ച് log a minus log b എന്ന് എഴുതി. അതിനുശേഷം ഇതിന്റെ ഡിഫറൻസിയേഷൻ എടുത്തു, 1 by s minus a 1 by s minus b എന്ന് എടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം 1 minus s minus b വന്നു, രണ്ടാമത് 1 by s minus b. ഇനി നമ്മൾ ചെയ്തതാണ് ഈ 1 by s minus b ക്ക് പകരം നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to bt. ഇതിന് പകരം എന്ത് എഴുതാം? e raised to at. Therefore tft എന്ത് വരും? e raised to bt minus e raised to at. അപ്പോൾ f of t എന്താ വരും? e raised to bt minus e raised to at by t. ഈ f of t എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, f of t എന്ന് പറഞ്ഞാൽ L inverse Ln s minus a by s minus b. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? e raised to bt minus e raised to at. അപ്പോൾ എഴുതിയെടുത്തോളൂ കേട്ടോ.